ഇന്നത്തെ സ്പെഷ്യൽ ഒരു പോപ്സിക്കിളിൻ്റെ റെസിപ്പി നോക്കാം. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എല്ലാ ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് ഷുഗറൊക്കെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക തന്നെ ടേസ്റ്റായിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് പോപ്സിക്കലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ഇനി നമുക്കൊരു വാട്ടർമെലൻ്റെയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനൊരു കുറച്ച് പീസ് വാട്ടർമെലൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. കുരുവെല്ലാം മാറ്റി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് നമുക്കിതുപോലെ എടുത്താൽ ജ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടി മാത്രമാണ്. ചെറുതായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ചൂട് കാലത്ത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി കുറച്ചൊന്ന് ഒരു വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വാട്ടർമെലൻ്റെ മാങ്ങയുടെ പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്